ആരോഗ്യമന്ത്രി മന്ത്രിയുടെ കുട്ടികൾക്ക് ഈ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടോ? എന്റെ കുട്ടികൾ കുത്തിവയ്പ്പ് ഡോക്ടർ എടുത്തിട്ടുണ്ടോ? എന്റെ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു കൊച്ചുമകളുണ്ട്, അവൾക്കിപ്പോൾ 2.25 വയസ്സായി. ഈ 2 വയസ്സ് വരെ അവൾക്ക് എടുക്കേണ്ട എല്ലാ വാക്സിനും ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും എടുക്കാത്തൊരു വാക്സിൻ ഞാൻ അന്വേഷിച്ച് നടക്കാണ്, അതും കിട്ടിയാൽ എടുക്കാനിരിക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയൊക്കെ സ്വന്തം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയിൽ നിന്ന് ഒരു കുത്തിവയ്പ്പൊക്കെ എടുത്ത് വേണമെങ്കിൽ സ്വന്തം കുട്ടികളായാൽ പോലും ഇരയായിക്കോട്ടെ എന്ന് കരുതുമെന്ന് അറിയാമെങ്കിൽ ഒരിക്കലും എടുക്കില്ല, സംശയം ഉണ്ടെങ്കിലും എടുക്കില്ല. ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ സ്ത്രീകളൊക്കെ അറിയാമല്ലോ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. സാമ്രാജ്യത്വ അജണ്ടയെ ഏറ്റവും നന്നായിട്ട് എതിർക്കുന്നയാളാണ്. ചില മരുന്നുകൾ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വിഷാംശങ്ങളോട് കൂടിയാണ്. അത് കണ്ടുപിടിക്കണം, അതിനെതിരായി ശക്തമായ സമരവും നടത്തണം. അതിൻ്റെ അർത്ഥം എല്ലാ രാസവസ്തുക്കളോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്നല്ല. ഇത് മാത്രമല്ല, ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ 20 ഇന്ത്യൻ കമ്പനികളാണ്, ഇതൊന്നും അമേരിക്കയിൽ നിന്ന് വരുന്നതല്ല. നേരത്തെ വസൂരി അറിയാലോ, എൻ്റെ വലിയമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മയുടെ അമ്മ വസൂരി പിടിപെട്ടാൽ അമ്മ വിളയാട്ടാണെന്ന് വിശ്വസിച്ചൊരു കാലം ഈ ജാതി വിശ്വാസികളാണ്. അമ്മ വിളയാട്ടമാണ്, അത് പേര് പറയാൻ പാടില്ല. വസൂരി എന്ന് പറഞ്ഞാൽ ഉടനെ കുരുക്കൾ വരുന്നതാണ്. എൻ്റെ അമ്മമ്മ നല്ല കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്യാമ്പിലൊക്കെ കേട്ടിട്ടുള്ള ക്ലാസ് കേട്ടിട്ട് വസൂരി പകർച്ചവ്യാധിയാണെന്നും ശുശ്രൂഷിക്കേണ്ട വിധം ശുശ്രൂഷിച്ചാൽ രോഗിയെ രക്ഷിക്കാൻ കഴിയുമെന്നും വിശ്വസിച്ച് ധീരതയോടെ പോയിട്ട് വസൂരി രോഗം ശുശ്രൂഷിച്ച് ഭേദമാക്കിയിട്ടുള്ള ആളാണ്. ആ പാരമ്പര്യത്തിലാണ് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റായിട്ട് വന്നത്. ഇനി ഒരിക്കലും വസൂരി തിരിച്ചു വരില്ല എന്നല്ല, നമ്മുടെ ഈ പ്രതിരോധം കുറയുമ്പോൾ വസൂരി രോഗാണുക്കൾ തിരിച്ചു വരും. ഈ പ്രതിരോധം കൊടുത്ത് നമ്മൾ നിയന്ത്രിച്ച് നിർത്തുകയാണ്. അതെന്ന് കുറയുന്നുവോ അന്ന് ഡിഫ്തീരിയ അതാണ്. ഒരു പ്രദേശം മുഴുവൻ ഈ ഇതുപോലുള്ള വടക്കഞ്ചേരിമാരുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് പാവപ്പെട്ട മനുഷ്യർ കുത്തിവയ്പ്പിൽ നിന്ന് മാറി നിന്നപ്പോൾ രോഗാണുവിന്റെ ആക്രമണശേഷിയും അതിജീവന ശേഷിയും അവിടെ ഒറ്റ കാര്യം, തിരിച്ചു വരുന്ന രോഗങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിന്റെ അക്കൗണ്ടിലാണ് സമൂഹം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവർ അതിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ഇനി താങ്കളെ പോലെയുള്ള മനുഷ്യർ നടത്തുന്ന പ്രചാരണങ്ങൾ മാത്രമേ ആ നാട്ടിൽ പ്രശ്നമായി ബാക്കിയുള്ളൂ. എന്ത് പറയുന്നു? ഈ പറയുന്ന അണുക്കളില്ല, രോഗാണുവില്ല എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നോ, അതോ ടീച്ചർ അവസാനം നടപടിയെടുക്കുന്നതിലേക്ക് ടീച്ചറെ പോലെയുള്ള ആളുകളെ കൊണ്ട് പോകുമോ നിങ്ങൾ? രോഗാണുക്കളല്ല രോഗത്തിന്റെ ആദ്യ കാരണം. ആ രോഗാണുവിന് അവിടെ കടന്നിരിക്കാനും രോഗാണുവിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുമുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ആ ഇമ്മ്യൂണിറ്റി കുറയണം. അതിന് നിരവധി ഘടകങ്ങൾ വേറെ, പോഷകഭക്ഷണത്തിൻ്റെതുണ്ട്, സാഹചര്യങ്ങളുടെ, അന്തരീക്ഷത്തിന്റെ, രോഗമാണ് രോഗാണുക്കൾ ഉണ്ടാക്കുന്നത്. രോഗാണുക്കളാണ് ശരീരത്തിൽ കയറുന്നത് അംഗീകരിക്കുന്നുണ്ട്. താങ്കളെ ഒരു പേപ്പട്ടി കടിച്ചാൽ താങ്കൾ ആന്റി റാബീസ് വാക്സിൻ എടുക്കാതെ ഞാൻ എടുക്കില്ല. എന്നെ നായ കടിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ വെച്ച്. ഏതെങ്കിലും കടിച്ചിട്ട് ഓടിക്കളഞ്ഞ നായയാണ്. ആളുകളെ മെഡിക്കൽ കോളേജിൽ മിനിസ്റ്റർ അത് പറയരുത്, നടക്കുകയാണ്. പക്ഷെ പേപ്പട്ടി അത് പറയരുത്. കാരണം പേയളകുന്ന ആളുകളെ ഇഷ്ടമല്ലാതെ തന്നെ ഈ സമൂഹം അയാളെ കൊണ്ട് വാക്സിനേഷൻ എടുപ്പിച്ചാൽ മതിയാവും, ഇഞ്ചക്ഷൻ എടുപ്പിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ വടക്കഞ്ചേരിക്ക് പേയളകിയിട്ട് ഒരുപാട് ആളുകൾക്ക് പേയളകാനുള്ള കാരണമായിട്ട് അത് മാറും. ഈ സമൂഹത്തിന്റെ സാമൂഹ്യ പ്രശ്നമാണത്. അത്തരം ഒരു പരീക്ഷണത്തിന് തയ്യാറാണോ എന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപക്ഷെ കൊലപാതക കുറ്റമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. താങ്കൾ എഴുതിയ ഒരു ആർട്ടിക്കിളാണത്. പിന്നെ ഈ വാക്സിനേഷൻ ഭ്രാന്ത് സൃഷ്ടിക്കാൻ ഈ കുട്ടികളെ കൊന്നതാണോ എന്ന് സംശയമുണ്ട്, അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ 2 മരിച്ചു കിടക്കുന്ന പിഞ്ചു കുട്ടികളെ തട്ടിയതാണോ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന താങ്കൾ ഏത് തരം ചികിത്സകനാണ്? ഇത്തരം പദപ്രയോഗം എങ്ങനെ നടത്തും? ഉന്മാദാവസ്ഥയാണ്. അതിന് 2 ചികിത്സയാണ് ആരോഗ്യവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത്തരം ഉന്മാദാവസ്ഥയിലുള്ള അബദ്ധ പ്രചരണങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ നല്ല ശാസ്ത്രീയ പ്രചരണം നടത്തുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക. വടക്കഞ്ചേരിമാരവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കുട്ടിക്ക് തൊണ്ടയിൽ ഈ രോഗാണു വന്ന് കുടുങ്ങിയിട്ട് മരിച്ചു പോകണോ വേണ്ടയോ? രണ്ടാമത്തെ കാര്യം, എന്നിട്ടും കൂട്ടാക്കുന്നില്ല, സമൂഹത്തെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വ്യവസ്ഥാപിതമായ നിയമമാർഗങ്ങൾ പിന്തുടരാനായിട്ട് വരും.